അരുൺ, തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഇടതു മുന്നണിയിൽ മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ മുന്നണിയുടെ നേതാവും മുഖ്യമന്ത്രിയായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി നടന്നിട്ട് ഇതാ ഇപ്പോൾ 3-ാം ദിവസത്തേക്ക് വരികയാണ്. ഇതുവരെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോലും ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വൈകിട്ട് വിളിച്ചിരിക്കുന്നത് MV ഗോവിന്ദനാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പ്രതികരണം ഇനിയും വൈകുമോ? മാധ്യമങ്ങളെ കാണുമോ? ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം സംബന്ധിച്ച ഒരു തീരുമാനം CPM-ൽ ഇന്ന് തന്നെ ധാരണയുണ്ടാകുമോ? സഹിത പിണറായി വിജയന്റെ പ്രതികരണം ഇനിയും വൈകുമെന്ന് തന്നെയാണ് സൂചനകൾ. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നാളെയോ അടുത്ത ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ഒരു കൃത്യമായ സമയം ഇതുവരെയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് ഏത് സമയം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗമാണ് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനും പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ചേർന്നത്. ഇപ്പോൾ അത് ഉച്ചപക്ഷത്തിൽ പിരിഞ്ഞിരിക്കുകയാണ്. 3 മണിക്ക് വീണ്ടും യോഗം ചേരുന്നുണ്ട്. രാവിലെ ഓരോ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ജില്ലാ ചുമതലയുള്ള സെക്രട്ടറി അംഗങ്ങൾ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയും അതിന് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മറുപടി പറയുകയും ചെയ്യും. അതിനുശേഷമാകും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക, ആലോചനയുണ്ടാവുക. ജനറൽ സെക്രട്ടറി MA ബേബിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെയും PB-യുടെ കൂടി അനുമതി ആവശ്യമുണ്ട്. ബേബി പങ്കെടുക്കുന്നുണ്ട് തന്നെ അവരുടെ നിലപാട് ഒരുപക്ഷെ അവിടെ അറിയിച്ചേക്കും. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും വന്നേക്കുമെന്നുള്ളതാണ്. പിണറായിയാണ് കേരള തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. വലിയൊരു പരാജയത്തിന്റെ മധ്യത്തിൽ പാർട്ടിയും മുന്നണിയും ഇട്ടുപോകുന്നുവെന്ന പ്രതീതി പിണറായി മാറുന്നാൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ പ്രതിഫലം ശുഷ്കമാണ്, ദുർബലമെന്ന ഒരു പ്രതീതിയുണ്ട്. അത്രയധികം ശക്തമായ ഭരണപക്ഷ നിരയുണ്ട്. 102 ഭരണപക്ഷ MLA-മാർ ഉണ്ടാകും, 3 BJP MLA-മാരുമുണ്ട്. അവിടെ തീർത്തും ദുർബലമായ ഒരു പട വിട്ട ശേഷം പടനായകൻ മാറി നിന്നാൽ അത് ഏത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുമെന്ന ചോദ്യം ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പിണറായി വരുന്നതിനോട് പൂർണ്ണ യോജിപ്പ് എല്ലാ തലങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലാക്കാനും കഴിയില്ല. കാരണം ഒരു തലമുറ മാറ്റം വേണം. ഇനിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പുതുതലമുറയെ ഏൽപ്പിക്കുന്നത് എന്ന ചോദ്യവും CPM നേതൃത്വം നേരിടുന്നുണ്ട്. പിണറായിയുടെ നിലപാടിൽ ഇപ്പോഴും വളരെ നിർണായകമാകും. ചുരുങ്ങിയ കാലയളവിലേക്കെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്നൊരു ധാരണയിലേക്ക് CPM പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ സെക്രട്ടറി വന്ന ചർച്ചകൾ കൂടി അടിസ്ഥാനമാക്കിയാകും ഒരു തീരുമാനമുണ്ടാവുക. അരുൺ സൂചിപ്പിക്കുന്നതാണ് കാര്യം. എന്തായാലും പിണറായി വിജയൻ എന്തായാലും എങ്ങനെ തോറ്റു ഇത് സംബന്ധിച്ച ഒരു പ്രതികരണമോ അല്ലെങ്കിൽ വിജയിച്ച മുന്നണിയെ അഭിനന്ദിക്കാനോ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ല. വരും ദിവസങ്ങളിൽ അതുണ്ടാവുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.